ഓഹോ, അപ്പൊ ഇതാണ് പരിപാടി അല്ലേ? സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ക്യാപ്ഷനാണ് എനിക്ക് വേണം. എന്റെ പ്രോഡക്റ്റ് പരസ്യം ചെയ്യാൻ ഞാൻ ആർക്കും കൊടുക്കില്ല. ഞാൻ നിങ്ങളുടെ കാര്യം ഇത് ബഹളം ഉണ്ടാക്കില്ല പ്ലീസ്. ബഹളമൊന്നും ഉണ്ടാക്കുകയല്ല. ഞാൻ നേരെ എം ഡി എടുത്ത് പോയി പറയും, ഇത് എന്റെ ക്യാപ്ഷനാണ്, ഇത് ആർക്കും കൊടുക്കില്ല, ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റിന് യൂസ് ചെയ്യാൻ. വേർ എവർ യു ഗോ ഐ ആം ദേർ ഗാദാ ജാം. അയ്യേ, ഈ ക്യാപ്ഷൻ നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റില്ല. പറ്റില്ല? എന്റെ ജാം ആരും മാറ്റി തിന്നണ്ട, ഞാൻ തിന്നോളാം. എന്റെ ക്യാപ്ഷൻ ഞാൻ കൊടുക്കില്ല, തരില്ല. അയ്യോ പ്ലീസ്, അരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം, പോവരുത്. എന്ത് വേണമെങ്കിലും ചെയ്യോ? ചെയ്യാം. അല്ലേ വേണ്ട, ഞാൻ പോയി പറഞ്ഞേക്കാം. അയ്യോ പറയരുത് പ്ലീസ്. പിന്നെ വാക്ക് മാറരുത്. ഇല്ല. സത്യം. എന്താ സത്യം? ഞാൻ പോയി പറഞ്ഞേക്കാം. അയ്യോ വേണ്ട, പറയരുത്. ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. ഞാനിപ്പോ പോയി പറയും, കമ്പനി പൂട്ടും, എം ഡി തൂങ്ങും, ഗാഥയുടെ പണി പോകും. ഓക്കെ. അയ്യോ പറയാം. പിന്നെ പറയാൻ ഇത്ര പ്രയാസം എന്തോന്ന്? ഐ ലവ് യു. പറയൂലല്ലേ? പറയാം. അല്ല, ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം. ടെൽ മീ. ഐ ലവ് യു. ഐ ലവ് യു. ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. എം ഡി, ഐ ലവ് യു എന്ന് പറ. ഐ ലവ് യു. എന്താണ് ഐ ലവ് യു? ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എം ഡി, എന്നാ കെട്ടിപ്പിടിച്ചോ ഐ ലവ് യു. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എം ഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. എം ഡി കെട്ടിപ്പിടിച്ച്